ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതി പി.കെ. കുഞ്ഞനന്തൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിയുടെ പ്രസംഗം വിവാദത്തിലായിരിക്കുകയാണ്. ടി.പി. കൊലക്കേസിൽ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്തനായിരുന്നു. കുഞ്ഞനന്തൻ ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചത്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ.എം. ഷാജി പറഞ്ഞു. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് കെ.എം. ഷാജിയുടെ വിവാദ പ്രസംഗം. ഗൂഢാലോചന കേസ് അട്ടിമറിക്കാനാണ് കൊല നടത്തിയെന്ന തരത്തിലാണ് പ്രസംഗം. കുഞ്ഞനന്തൻ ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചത്. കുഞ്ഞനന്തനെ മാത്രം നോക്കിയാൽ പോരാ, കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെയും കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂർ വധക്കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ടി.പി. കൊലക്കേസിൽ അന്വേഷണ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്തനാണെന്നും കെ.എം. ഷാജി പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് 51 വെട്ടുവെട്ടിക്കൊന്ന ശേഷവും വിളിച്ചവർ കേരളത്തിലുണ്ട്. ടി.പി.യുടെ വേദനയിൽ കരഞ്ഞു തളർന്ന കെ രമയെ ആശ്വസിപ്പിക്കാൻ VS അച്യുതാനന്ദൻ നേരിട്ടെത്തിയതിലും ഉണ്ടായിരുന്നു ആ ഗൂഢാലോചനയുടെ ആഴം. അതാണ് ഹൈക്കോടതിയുടെ വിധിയിൽ നിറയുന്നത്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടിനുറുക്കിയാൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞ ഗൂഢാലോചന. ടി.പി.യെ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിൻ്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയത്. ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല. അതിനു പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു. CBI അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ ആരും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിന് കരുത്തു പകരുന്ന തരത്തിലാണ് ഷാജിയുടെ ആരോപണം. ടി.പി. ചന്ദ്രശേഖരൻ്റെ വധക്കേസിലെ കുറ്റപത്രത്തിൻ്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികളുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും വിശദീകരിച്ചിരുന്നു. ചന്ദ്രശേഖരനെ 56 വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു. അവർക്ക് ടി.പി.യെ അറിയുക പോലുമില്ല. അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ CPM-ൽ നിന്നും പിണങ്ങി RMP ഉണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത്. അത് ഹൈക്കോടതി അംഗീകരിക്കുന്ന തെളിവാണെന്ന് KK കൃഷ്ണൻ്റെയും ജ്യോതി ബാബുവിൻ്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങളെത്തുന്നത്. സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നത് വ്യക്തമാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു. സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത്. ഇതിന് പിന്നിൽ കുഞ്ഞനന്തൻ്റെ ബുദ്ധിയായിരുന്നു. എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റ് ചില നേതാക്കളും ഉണ്ടായിരുന്നു. അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നു എന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ സംസാരം. ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെ തേടിയെത്തിയതാണ് അന്ന് രാത്രി സക്സസ് എന്ന മെസ്സേജ് മൊബൈലിൽ എത്തിയെന്നാണ് കഥ. ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശമെന്ന വിലയിരുത്തലിലാണ് ഈ ആരോപണം ഉണ്ടാക്കിയത്.